ഐക്യത്തിലൂടെ ശക്തമായ ഹിന്ദു സമൂഹത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി ഹിന്ദു ഏകതാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അടിമാലി പഞ്ചായത്ത് ഹാൾ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേദിയായി. EM മോഹനൻ എടപ്പാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം സംസ്ഥാന സെക്രട്ടറി V ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഹൈന്ദവ സമൂഹം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, സമുദായം നേരിടുന്ന വെല്ലുവിളികൾ, സാംസ്കാരിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ധാർമ്മികത കെട്ടിപ്പടുക്കൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത്. അടിമാലി, മാങ്കുളം പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള ഹിന്ദു ഏകതാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അടിമാലി പഞ്ചായത്ത് ഹാള് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേദിയായി. EM മോഹനൻ എടപ്പാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആ പുരാതനമായ ഒരു മന്ത്രം കൂടാതെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഒരു മന്ത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ആ പുരാതനമായ മന്ത്രം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രമാണ്. ഓം ഭൂർഭുവസ്വ തത് സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്നത് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം. ഈ മൂന്ന് ലോകങ്ങളെയും, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം പ്രകാശിപ്പിക്കുന്ന വരേണ്യം ഭർഗോ, ശ്രേഷ്ഠമായ ഒരു ചൈതന്യം ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യത്തോട് ഞാൻ പറയുകയാണ്, അങ്ങ് എൻ്റെ ബുദ്ധിയെയും കൂടി പ്രകാശിപ്പിക്കണം. ബാലഗോകുലം സംസ്ഥാന സെക്രട്ടറി V ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷകോത്തമ അവാർഡ് ജേതാവ് ഡോക്ടർ CM ഗോപി ചെറുകുന്നിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാവീണ്യം നേടിയവരെ ആദരിച്ചു. KE സുരേന്ദ്രൻ, AK സുനിൽകുമാർ, VK സുഗതൻ, പ്രവീണ പ്രകാശൻ, KK രാജൻ, KG മാധവൻ, PK ബിജുമോൻ, സുജയ് T വാസു, സുഭാഷ്, വിവിധ ഹൈന്ദവ സമുദായ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവാതിരയും കൈകൊട്ടിക്കളിയും നടന്നു. സിറ്റി വിഷൻ, അടിമാലി.